ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മൾ കഴിഞ്ഞൊരു ദിവസം ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ട്രയൽ റൺ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ്, ആ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഡെയിലി നോക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ട്രയൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കുറേ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവാണ്. സോ ഇന്ന് നമ്മൾ അതിൻ്റെ എപ്പിസോഡ് 2 ആണ് നോക്കുന്നത്. സോ വെൽക്കം ടു എജുവാലി, അതാദ്യം പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് എഫക്റ്റ് അപ്ലൈഡ് ഓൺ എ ഡോക്യുമെന്റ് ഇസ് നോട്ട് വിസിബിൾ ഇൻ. അതായത് നമ്മൾ വേർഡിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളറും എഫക്റ്റും ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ആവട്ടെ എഫക്റ്റ് ആവാതെ കാണാൻ സാധിക്കാത്ത വ്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷനകത്ത് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ, ഫുൾ സ്ക്രീൻ വ്യൂ, പ്രിൻറ്റ് പ്രിവ്യൂ ആണ് കേട്ടോ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് വരിക. ഒന്ന് ഓർക്കണേ. ഇത് ലേഔട്ട് എന്നുള്ളത് മാറ്റിയിട്ട് പ്രിവ്യൂ എന്ന് ഓർക്കുക. ഓക്കെ, സോ ഓപ്ഷൻ എ വന്നിട്ട് പ്രിൻറ്റ് ലേഔട്ട്, ഓപ്ഷൻ ബി ഫുൾ സ്ക്രീൻ റീഡിങ്, ഓപ്ഷൻ സി പ്രിൻറ്റ് പ്രിവ്യൂ, ഓപ്ഷൻ ഡി വെബ് ലേഔട്ട് വ്യൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആയിട്ടുള്ള പ്രിൻറ്റ് പ്രിവ്യൂ ആണ്. അതായത് നമ്മളൊരു ഡോക്യുമെൻറ്റിൽ ബാക്ക്ഗ്രൗണ്ട് കളറും എഫക്റ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കാത്ത ഒരു വ്യൂ ആണ് പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ 4 ഓപ്ഷനിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് ആൻസർ ഓപ്ഷനായിട്ട് വന്നത്. ഇൻ കേസ് ഡ്രാഫ്റ്റ് വ്യൂ എന്നുള്ളത് കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് വ്യൂവും പ്രിൻറ്റ് പ്രിവ്യൂവും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ഓർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കില്ല. അപ്പോൾ ബോത്ത് ഓഫ് ദി എബോ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ സമ്മപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ആണ് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ എന്ന് പറയുക. നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ പ്രിൻറ്റ് ലേഔട്ട് വ്യൂവിൽ നിന്നുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്യുന്ന വ്യൂ ആണ് പ്രിൻറ്റ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഫുൾ സ്ക്രീൻ റീഡിങ്. അതായത് ഒരു സ്ക്രീനിൻ്റെ മാക്സിമം സ്പേസും ഉപയോഗപ്പെടുത്തുന്ന വ്യൂ ആണ് ഫുൾ സ്ക്രീൻ റീഡിങ്. റീഡിങ് പർപ്പസിനാണ് ഉപയോഗിക്കുക. നാവിഗേഷൻ ടൂൾസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക, ബാക്കി ടൂൾ ബാർസ് എല്ലാം ഹിഡൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്ന വ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ വ്യൂ ആണ്. ആൻഡ് അവിടെ ബാക്കി ടൂൾസ് എല്ലാം ഹിഡൻ ആയിരിക്കും. ഓൺലി നാവിഗേഷൻ ടൂൾസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ വരുന്നതാണ് പ്രിൻറ്റ് പ്രിവ്യൂ. അതായത് നമ്മൾ പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രിവ്യൂ ആണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകളോ കാര്യങ്ങളോ അപ്ലൈഡ് എഫക്റ്റോ കളർ ഒന്നും കാണിക്കുകയില്ല. ഇനിയുള്ളതാണ് ഡ്രാഫ്റ്റ് വ്യൂ. ഡ്രാഫ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മളുടെ നോട്ട് പാഡിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പോലെയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ എങ്ങനെയാണോ നോട്ട് പാഡിനകത്ത് ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ കാണിച്ചു തരുന്ന വ്യൂ ആണ് ഡ്രാഫ്റ്റ് വ്യൂ. അവിടെ ഇതുപോലെ തന്നെ പിക്ചർ അഡ്വാൻസിങ്, അതായത് നമ്മൾ ഗ്രാഫിക്സുകൾ അപ്ലൈ ചെയ്യുന്ന രീതികൾ, ഹെഡർ ആൻഡ് ഫൂട്ടർ, ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല, അതൊന്നും വിസിബിൾ അല്ല. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാം, ഹെഡർ ആൻഡ് ഫൂട്ടർ വിസിബിൾ അല്ലാത്തൊരു വ്യൂ കൂടിയാണ് ഡ്രാഫ്റ്റ് വ്യൂ. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകൾ അവൈലബിൾ അല്ലാത്ത അല്ലെങ്കിൽ അപ്ലൈഡ് എഫക്റ്റ് കളർ അവൈലബിൾ അല്ലാത്ത 2 വ്യൂസ് നമുക്കുള്ളതാണ് പ്രിൻറ്റ് പ്രിവ്യൂ, അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് വ്യൂ. ഓർക്കുക, പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത് ഒരു വ്യൂ ഷോർട്ട് കട്ട് അല്ല, ടൈപ്പ് ഓഫ് വ്യൂ അല്ല. അത് പ്രിൻറ്റ് പ്രിവ്യൂ എന്ന പ്രിവ്യൂ ആണ്, എങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു മെത്തേഡാണ്. അത് വ്യൂ ഓപ്ഷനിൽ വരുന്നതല്ല, അതും കൂടെ ഓർക്കുക. നമുക്ക് വേർഡിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിൻറ്റ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഫുൾ സ്ക്രീൻ റീഡിങ്, വെബ് ലേഔട്ട്, ഡ്രാഫ്റ്റ്. ഇതാണ് നമ്മളുടെ വ്യൂ. 5 വ്യൂ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 ആണ്. പ്രിൻറ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, അതുപോലെ ഡ്രാഫ്റ്റ്. പ്രിൻറ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത് പ്രിൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഓപ്ഷനിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഒരു വെബ് പേജ് ഡിസൈനിങ് സമയത്ത് കാണുന്നത് അതുപോലെ കാണിച്ചു തരുന്നൊരു വ്യൂ ആണ് വെബ് ലേഔട്ട് വ്യൂ എന്ന് പറയുന്നത്. ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ഡെവലപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. സബ് ഡോക്യുമെന്റ്, മാസ്റ്റർ ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത് ഔട്ട്ലൈൻ വ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്യുന്നത് പ്രിന്റ് ലേഔട്ട് ആണ്. ഏറ്റവും കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, സ്ക്രീൻ വിഡ്ത്ത് മാക്സിമം യൂസ് ചെയ്യുന്നത് ഫുൾ സ്ക്രീൻ റീഡിംഗ് ആണ്.
പിന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ അവൈലബിൾ അല്ലാത്ത വ്യൂ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ആണ്. പിക്ചർ അഡ്വാൻസിങ് അവൈലബിൾ അല്ലാത്ത വ്യൂ എന്ന് പറയുന്നത് ഏതാണ്? ഡ്രാഫ്റ്റ് വ്യൂ ആണ്. സബ് ഡോക്യുമെന്റും മാസ്റ്റർ ഡോക്യുമെന്റും അവൈലബിൾ ആയിട്ടുള്ളത് ഔട്ട്ലൈൻ വ്യൂവിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.